ഇതുപോലെയൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഒത്തിരി കാര്യങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. അതും വെറും ഇതുപോലുള്ള ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഓഫറിലൊക്കെ കിട്ടുന്ന പേപ്പറുകളുണ്ടല്ലോ, ആ പേപ്പർ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ഒരു പീസ് പേപ്പർ എടുക്കുക, അത് നേരെ മുകളിലേക്കായിട്ട് പകുതി വെച്ച് മടക്കി കൊടുക്കുക. അതിനുശേഷം റൈറ്റ് സൈഡിലേക്ക് വീണ്ടും മടക്കി കൊടുക്കുക. വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ചെയ്താലും മതി. അപ്പോൾ പേപ്പർ 4ആയിട്ട് നമ്മൾ മടക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ട്രയാങ്കിൾ ആക്കിയിട്ട് മടക്കി കൊടുക്കുക. അപ്പോൾ 2 ട്രയാങ്കിൾ നമുക്ക് ഒരു പേപ്പറിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. 2 സൈഡും നമ്മൾ ട്രയാങ്കിൾ പോലെ ആക്കിയെടുക്കാം. ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ മക്കളെ കൂടി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവരും ഇതൊക്കെ ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഈ വെറുതെ ഇരിക്കുന്ന സമയത്ത് ടാബും മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ആക്ടിവിറ്റീസൊക്കെ കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. അവരുടെ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ പറ്റിയ ആക്ടിവിറ്റീസാണ് ഇതുപോലുള്ളതൊക്കെ ഒന്ന് ചെയ്യാൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ 2 എണ്ണം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അത് 2 സൈഡിലേക്കായിട്ട് മാറ്റി വെച്ചിട്ട് നേരെ പ്ലെയിൻ ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് ഒരു സൈഡ്, അതായത് ഞാനിപ്പോൾ റൈറ്റ് സൈഡിൽ നേരെ പകുതിയായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. അതായത് സെൻറ്ററിലേക്ക് 2 സൈഡിൽ നിന്നും എടുത്തിട്ട് ഒരു ചെറിയ സ്ക്വയർ പോലെ വന്നത് കണ്ടോ, ആ 2 സൈഡിൽ നിന്നും പേപ്പർ ഉള്ളിലേക്കാക്കിയിട്ട് സെൻറ്ററിലാക്കിയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 ഭാഗവും നമുക്ക് ചെയ്തെടുക്കാം. കുറച്ച് ക്ഷമയോടുകൂടി വേണം നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവരെ കൂടി അത് പഠിപ്പിക്കുന്ന രീതിയിൽ കുറച്ച് ക്ഷമയോടുകൂടി വേണം ചെയ്യാനായിട്ട്. ഞാനിതൊരു വീഡിയോ ആയിട്ടിട്ട സമയത്ത് വന്ന കമൻറ്റാണ്, നിങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ ഇതുപോലെ മടക്കിയിരിക്കാനായിട്ട്. സാരമില്ല, അത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ, കുറച്ച് സമയമൊക്കെ അവർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തെന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ അവർ തനിയെ ചെയ്ത് കഴിയുമ്പോഴുണ്ടാകുന്ന അവരുടെ ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് കണ്ട് തന്നെ അറിയണം. അപ്പോൾ 2 സൈഡും ഞാനിതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 4 ഫോൾഡാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനിയുണ്ടല്ലോ മുകളിലുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ സ്ക്വയർ പോലെ നിൽക്കുന്നത്, അതിൻ്റെ ആ ഒരു ടിപ്പ് സൈഡിൽ അത് നമുക്ക് നേരെ ട്രയാങ്കിൾ പോലെ താഴേക്കൊന്ന് മടക്കി കൊടുക്കാം. ഒരു കുട്ടി ട്രയാങ്കിളായിട്ട് നമുക്ക് 4 ഭാഗം അപ്പോൾ നമുക്ക് മടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതാണ്. കണ്ടില്ലേ, ഇതുപോലെ കുട്ടി ട്രയാങ്കിളായിട്ട് 4 സൈഡൊന്ന് മടക്കി കൊടുക്കുക. ഒത്ത നടുവിലേക്ക് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റിൽ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഞാനിത് ഒട്ടും തന്നെ എഡിറ്റ് ചെയ്യാതെയാണ് കേട്ടോ ഇത് കാണിക്കുന്നത്, കാരണം എല്ലാവർക്കും ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ട്രയാങ്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 4 സൈഡിലും ട്രയാങ്കിൾ ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടതുണ്ടല്ലോ, ആ മുകളിലുള്ള ഭാഗം നമ്മൾ ആ ട്രയാങ്കിൾ മടക്കിയെടുത്തില്ലേ, ആ ഭാഗം തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം താഴേക്ക് ആ സെയിം അളവിന് തന്നെ ആ ട്രയാങ്കിൾ എങ്ങനെയാണോ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്തത് ആ ഒരു അളവിന് വെച്ചിട്ടൊന്ന് മടക്കി കൊടുക്കുക കേട്ടോ താഴേക്ക്. അപ്പോൾ ഒരു സ്ക്വയർ പോലെ വീണ്ടും കിട്ടിയിട്ടുണ്ട്, മടക്കി വെക്കാൻ പാകത്തിനുള്ള ഒരു സ്ക്വയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ട്രയാങ്കിളിൻ്റെ ആ ഒരു ടിപ്പ് ഉണ്ടല്ലോ, അത് ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബൗളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് ശരിക്കും വിട്ടു പോകാതെ ലോക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 4 ഭാഗവും ഇതുപോലെ തന്നെ ഉള്ളിലേക്ക് ഒന്ന് ലോക്കായിട്ട് വെച്ച് കൊടുക്കാം. ഇതൊക്കെ കുട്ടികൾ ചെയ്യുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ അവർക്ക് ചെയ്ത് അത് എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ലാസ്റ്റ് വരുന്നത് അതിൻ്റെ റിസൾട്ട് എന്നറിയാനുള്ളത്. 4 ഭാഗവും ഇതുപോലെ തന്നെ ലോക്ക് ചെയ്ത് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൂർത്ത് നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതായത് ട്രയാങ്കിൾ പോലെ വലിയ ട്രയാങ്കിൾ, അത് ആ ഭാഗം നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് അത് എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരുപാട് ഫോൾഡ് ചെയ്ത് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒരു ബൗൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മടക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് ഉപയോഗിക്കാനും അതുപോലെ ആവശ്യം കഴിയുമ്പോൾ വേണമെങ്കിൽ എടുത്ത് വെക്കാനും, അല്ലാതെ ഇതിപ്പോൾ കേടായി പോകുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പോസിബിളാണ്, നമുക്കത് ഉപേക്ഷിക്കാനും കഴിയും. ഇങ്ങനെ ഞാനും മോനും കൂടിയിട്ടാണ് കേട്ടോ കുറച്ച് പേപ്പർ ബൗൾസ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഞാൻ സൂക്ഷിക്കുന്നതും വേറൊരു പേപ്പർ ബൗളിൽ തന്നെ ഇട്ടിട്ട് ഇതുപോലെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം, ഉപയോഗിക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി ഇത് ഉപയോഗിക്കുന്നത് കൂടി ഒന്ന് കാണിച്ചു തരാം. കുറച്ച് പിസ്താഷ്യോസാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ അത് ഒരു ബൗൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓപ്പൺ ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല, കുട്ടികൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4 എൻഡിലും നമ്മളൊന്ന് പിടിച്ചിട്ട് താഴ്ഭാഗം ഒന്ന് ഫ്ലാറ്റാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേപ്പർ ബൗൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പിസ്താഷ്യോസ് ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും സ്നാക്സൊക്കെ കൊടുക്കാൻ നേരത്ത് ചിലപ്പോൾ ഗ്ലാസ് ബൗളായിരിക്കാം, ചിലപ്പോൾ പെട്ടെന്ന് ബൗൾസ് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഇതുപോലെ പേപ്പർ ബൗൾസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ അവർക്ക് തന്നെ എടുത്ത് കുറച്ചെടുത്ത് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ വേസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് മറ്റൊരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കത് വേസ്റ്റിൽ കളയാവുന്നതാണ്. അപ്പോൾ ഇത് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ കുട്ടികൾ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ടാബോ ഫോണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗാഡ്ജറ്റ്സോ ഒക്കെ ആയിരിക്കും. അവരുടെ സ്ക്രീൻ ടൈം കുറയ്ക്കാനായിട്ട് ഇതുപോലുള്ള ആക്ടിവിറ്റീസൊക്കെ കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ നിങ്ങളുടെ മക്കൾക്കും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.